ബിസിനസ്സുകൾ നമുക്ക് 2-3 രൂപത്തിലുള്ള ബിസിനസ്സുകളുണ്ട്. മെയിൻ ബിസിനസ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ബിസിനസ് ബാറ്ററിയാണ്. ഈ എല്ലാത്തരം ബാറ്ററികൾ കൂടുതലും നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഞാൻ തുടങ്ങിയത് 1988 88 തുടങ്ങിയിട്ട് ഞങ്ങളത് 2-3 പാർട്ട്ണർമാരായിട്ടായിരുന്നു ഞങ്ങൾ ആ ബിസിനസ് തുടങ്ങിയത്. അങ്ങനെ കാസർഗോഡ് ആയപ്പോൾ പിന്നെ നമ്മളത് 92 നമ്മൾ അത് മാർക്കറ്റിൽ ആ സാധനം ഇറക്കി. 92 ഇറക്കി. അങ്ങനെ ഒരു 2000 വരെ ഞങ്ങളെ പാർട്ട്ണർഷിപ്പായിട്ട് അങ്ങനെ പോയി. 2000 കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടത്താണിയും കാസർഗോഡ് പോകുമ്പോൾ വളരെ അകലമാണല്ലോ. അപ്പോൾ യാത്രാ പ്രശ്നങ്ങളൊക്കെ വലിയ ഒരു വിഷമമുള്ളതിൻ്റെ പേരിൽ അങ്ങനെ നമ്മൾ ഇവിടെ ഒന്നും അതിന് പറ്റിയ സൗകര്യമില്ല. അങ്ങനെ കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പോയി. അവിടെ നമ്മൾ DICൻ്റെ അടുത്ത് നിന്ന് ഒരു 2-3 സ്ഥലങ്ങൾ നോക്കി. അത് സ്ഥലം നമുക്ക് പറ്റി. അങ്ങനെ ഒരു 3 സ്ഥലത്തായിട്ട് ഒരു 50 സെൻറ്റ് സ്ഥലം DICന്ന് വാങ്ങിച്ചു. അവിടെ കമ്പനികൾ നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങി. അങ്ങനെ ബാറ്ററി ഉണ്ടാക്കും. അതിനോടനുബന്ധിച്ചിട്ടുള്ള കെമിക്കലുണ്ട്, അതിൻ്റെ ഒരു ഫാക്ടറി. അങ്ങനെ 3 ഫാക്ടറി ഇപ്പോൾ കഞ്ചിക്കോട് ഉണ്ട്. എൻ്റെ ബിസിനസ് സ്റ്റാർട്ടിങ് 69 എനിക്ക് മണ്ണെണ്ണൻ്റെ കച്ചവടമായിരുന്നു. അത് കുറ്റിപ്പുറം ഒരു ഏജൻസി ഉണ്ട് മണ്ണെണ്ണൻ്റെ. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് മണ്ണെണ്ണ നമ്മൾ ഇവിടെ ഇറക്കി തരിക. നമുക്കന്ന് ഒരു ചെറിയ ഒരു തുച്ഛം പൈസ കിട്ടുക, ലാഭം കിട്ടുക. അപ്പോൾ അതിന് ഒരു അന്നത്തെ പൈസ എന്ന് പറഞ്ഞാൽ ഒരു ടിന്ന് മണ്ണെണ്ണ വിറ്റാൽ നമുക്ക് കിട്ടുക ഒരണ. അങ്ങനെ നമ്മൾ കൂടുതൽ നമ്മൾ ബിസിനസ് ഉണ്ടാക്കണം, അതാണ് നമ്മളാഗ്രഹം. അങ്ങനെ ഫസ്റ്റിൽ സ്റ്റാർട്ടിങ് 10 ടിന്ന് 15 ടിന്ന്, ചുരുക്കി പറഞ്ഞാൽ ഒരു 100-150 ഒരു കമ്പാർട്ട്മെൻറ്റ് ലോഡ് എണ്ണ എന്ന് പറഞ്ഞാൽ 10,000 ലിറ്റർ 12,000 ലിറ്ററാണ്. അങ്ങനെ നമ്മൾ 10,000 ലിറ്ററിലേക്ക് നമ്മൾ ഓടിയെത്തി. അങ്ങനെ നമ്മൾ ആ സാധനങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കലാണ്. ആ മണ്ണെണ്ണൻ്റെ പരിപാടി സിവിൽ സപ്ലൈസ് ഏറ്റെടുത്ത്. അപ്പോൾ അത് റേഷൻ രൂപത്തിൽക്കാകെ. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പൈസ ഉണ്ടാക്കിയിട്ടുള്ളത് അതിലാണ്, മണ്ണെണ്ണ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ ബാങ്കുകൾക്ക് ഈ കസുവണ്ടി സംഭരണം ബാങ്കുകൾ മുഖേനയായിരുന്നു. അതിവിടെ മാറാക്കര ബാങ്കിൻ്റെ കസുവണ്ടി സംഭരണം ഞാനായിരുന്നു നടത്തിയിരുന്നത്. അത് 79 ഫസ്റ്റിൽ സ്റ്റാർട്ടിങ് തുടങ്ങിയത്. അത് 79 മുതൽ സർക്കാർ നിർത്തുന്നത് വരെ നമ്മൾ അതായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ എനിക്കൊരു തുണിക്കച്ചവടം ഉണ്ടായിരുന്നു ഇതിൻ്റെ അപ്പുറം, ഇതിൻ്റെ ബാക്കിൽ ആ സൈഡിലായിരുന്നു. ഒരു 5-6 വർഷം അത് കൊണ്ടുനടന്നു. ആ 79 കാലഘട്ടത്തിൽ ഈ ലൈൻ്റെ വർക്ക്, കറണ്ടൊന്നും ഞങ്ങളെ കാലത്തൊന്നും ഇവിടെ കറണ്ടില്ല. അപ്പോൾ ഒരു 78 ഞങ്ങൾ ഈ ലൈൻ വർക്ക് ഏറ്റെടുത്ത് ഞങ്ങൾ 2-3 ആളെ കൂടിയിട്ട് എടുത്തു. അങ്ങനെ അത് വലിയൊരു പ്രോഫിറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും അത് ഈ രാജ്യത്ത് കറണ്ട് വരിക എന്നുള്ളത് അതൊരു വലിയൊരു ഇതായിരുന്നു. അങ്ങനെ അതും വിജയിച്ചു. അങ്ങനെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഷോപ്പ് നമ്മൾ തുറന്ന് മെറ്റീരിയലൊക്കെ വിൽക്കണ്ട. അങ്ങനെ ഒരുപാട് ബിസിനസ്സുകൾ നമ്മൾ പല സമയത്തായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ വെറുതെ ഇരുന്നിട്ടില്ല. നമ്മളെ ദൈവം പടച്ചു, അതുകൊണ്ട് നമ്മൾ നമുക്ക് റിസ്ക് ദൈവം തരും എന്നുള്ള അതല്ല. നമ്മൾ അധ്വാനിക്കുക രാപ്പകലിൽ. ഞാനും മക്കളും, എനിക്ക് 7 മക്കളാണ്, 6 ആണും 1 പെണ്ണും. അങ്ങനെ ഈ 4 ആളും 2 ആളെ അന്ന് കുറച്ച് ഉള്ളൂ. 80 കാലഘട്ടത്തിലൊക്കെ മൂത്ത മകന് എൻ്റെ താഴെയുള്ളതിൽ, ബാക്കിയൊക്കെ കൊച്ചു പിള്ളേരാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങനെ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ ബിസിനസ് അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് വളരെയധികം റാഹത്തിലാണ്. ഇപ്പോൾ ഞാൻ തന്നെയാണ് എല്ലാം ഉദ്ഘാടനം ചെയ്യാറ്. ഇപ്പോൾ കഞ്ചിക്കോട് കമ്പനികൾ, അതുപോലെ ഇവിടെ 3-4 കടകൾ, ബാറ്ററി കടകൾ എല്ലാം ഉദ്ഘാടനം ചെയ്യൽ ഞാൻ തന്നെയാണ്, വേറെ ആരുമല്ല. അതെല്ലാം ചെയ്തുകൊണ്ട് ഇപ്പോൾ വളരെ ഹാപ്പിയാണ്. വെറുതെ സമയം പാഴാക്കാതിരിക്കാം. മറ്റ് ബിസിനസ്സുകളൊക്കെ എല്ലാവരും നോക്കുന്നുണ്ട്, യുണൈറ്റഡ് ഏജൻസീസ് എന്ന പേരിൽ. അതിന് പിന്നെ ഒരുപാട് ബ്രാൻഡുകൾ പല ആളുകൾക്കും വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഒരുപാട് യൂനിക്കോ, ഓരോ ബാറ്ററിൻ്റെ പേരുകൾ, ഐ ബ്ലാക്ക്, യൂനിക്കോ ഇങ്ങനെയുള്ള പേരിൽ ഒരുപാട് അയക്കുന്നു. രണ്ടത്താണി പഴയ കാലത്ത് ഒരു 60 കാലഘട്ടത്തിൽ, എനിക്കിപ്പോൾ 81 വയസ്സായി. 60 കാലഘട്ടത്തിൽ രണ്ടത്താണി അങ്ങാടി
ഈ സമയത്തൊക്കെ നമുക്കൊരാളെ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമാണ്. ഇവിടെ ഈ രണ്ടത്താണീൻ്റെ ഒരു 15 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾ മുഴുവൻ വന്ന് കേന്ദ്രീകരിച്ചിരുന്ന ഒരു സ്ഥലമാണ് രണ്ടത്താണി. പിന്നെ പഴയ കാലത്ത് ഇവിടെ വലിയ ചന്ത ഉണ്ടായിരുന്നു, നാളികേരം, അടക്ക, ഇതൊക്കെ പഴയ കാലത്ത് അടക്ക വ്യാപാര മേഖലയായിരുന്നു. ഇന്നിപ്പോൾ അത് ഒരുപാട് സ്ഥലങ്ങൾക്ക് വ്യാപിച്ചു പോയി. രണ്ടത്താണി അങ്ങാടിൻ്റെ ചുറ്റുപാടും ബിൽഡിങ്ങുകളും ഇങ്ങനെ ഷോപ്പുകളും വന്ന് അങ്ങനെ. എന്നാലും രണ്ടത്താണിനെ സംബന്ധിച്ച് ആ പഴയ ആ പൗടിയിൽ ഇങ്ങനെ ഇല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിൽ 24 മണിക്കൂറും നമ്മൾ ബിസിനസ്സിലാണ്. നമ്മൾ ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ചുരുങ്ങിയത് ഒരു 100 ചില്ല ആളുകൾ സ്റ്റാഫുകളുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. അത്രയും കുടുംബങ്ങൾ കഞ്ഞി കുടിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഞങ്ങൾക്ക് ഒരു വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് 24 മണിക്കൂറും ജോലിയാണ്. അത് മക്കളായാലും ഞാനായാലും. അപ്പം നമുക്ക് ജോലി ടൈം കഴിഞ്ഞാൽ അവരുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞാൽ അവർ പോയി. പിന്നെ നാളേക്ക് ഉള്ളത് മറ്റന്നാളേക്ക് ഉള്ളത് ഇങ്ങനെ നമ്മൾ ഇരുന്ന് കാണാം. 50-50ഓളം റൂമുകൾ, പിന്നെ കൊമേഴ്ഷ്യൽ റൂമുകളുണ്ട്. അതുമാതിരി തന്നെ താമസിക്കുന്ന റെസിഡൻസി റൂമുകൾ, പല പല റൂമുകളും, പിന്നെ എല്ലാം ഒരു കുടക്കയിൽ എന്ന ഇതിലാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഈ രണ്ടത്താണിയിൽ കൊടുക്കുന്നത്. സ്വപ്ന പദ്ധതിയായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല പല പട്ടണങ്ങളിലും പല പല ബിൽഡിങ്ങുകളുണ്ടാവും. രണ്ടത്താണിയിൽ ഇങ്ങനെ ഒരു നല്ലൊരു സൗകര്യത്തോടെ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഇല്ല. അത് ഇവിടെ നാട്ടുകാർക്കും എല്ലാവർക്കും ഒരു പ്രയോജനം ആയിക്കോട്ടെ എന്നുള്ള സ്ഥിതിയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു കോംപ്ലക്സ് പണി ചെയ്യാൻ കാരണം. കഴിഞ്ഞ 60 വർഷക്കാലമായി രണ്ടത്താണിയിൽ വ്യാപാര മേഖലയിൽ എൻ്റെ ഫാദർ തുടങ്ങി വെച്ച സ്ഥാപനങ്ങളാണ്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകൾ ഫാദർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും ഫാദർ ഞങ്ങളെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കമ്പനിയുടെ ചെയർമാനാണ് ഫാദർ. വിവിധ വ്യവസായങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 35 വർഷക്കാലമായി ലെഡ് ആസിഡ് ബാറ്ററി നിർമ്മാണ മേഖലയിൽ കേരളത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ നാടാണ് രണ്ടത്താണി, സ്ഥലം രണ്ടത്താണി. അപ്പോൾ രണ്ടത്താണി സമയത്തോളം ഒരു നല്ല വ്യാപാര സമുച്ചയം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശ ലക്ഷ്യം. ഫാദറാണ് ഞങ്ങൾ എല്ലാവരെയും മുന്നിലേക്ക് നയിച്ചിട്ടുള്ളത്. എല്ലാം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. യുണൈറ്റഡ് ഗ്രൂപ്പ് 35 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്താണ്. വിദേശ കാര്യങ്ങളിലെല്ലാം നോക്കുന്നത് ഞാനാണ്. നമ്മളവിടെ ഐബ്ലാക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസ് നമ്മളെ മിഡിൽ ഈസ്റ്റിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമ്മളെ യുണൈറ്റഡിൻ്റെ ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റുകൾ ചൈനയിൽ നിന്നും അതേപോലെ നമ്മളെ ഗുജറാത്ത്, ഇന്ത്യയിൽ നിന്നൊക്കെ നിർമ്മിച്ച് വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ തന്നെ യുണൈറ്റഡിൻ്റെ ഒരു ഇൻവെർട്ടർ കമ്പനി ഇതിന് മുകളിൽ 100 പേർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 6 ബ്രദേഴ്സാണ്. ഫാദറാണ് എൻ്റെ ചെയർമാൻ. ഫാദറിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്.